ശ്രീ എസ് ജയസൂര്യൻ, വീണ്ടും പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടതായി ഏറ്റവും ഒടുവിലായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നാളെ രാവിലെ 6 മണി മുതൽ 48 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ് മലപ്പുറത്ത് ജനവാസ മേഖലയിലെ ഒരു കിണറ്റിൽ കാട്ടാന പതിച്ചതിനെ തുടർന്ന് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വരെ ഉരുത്തിരിയുകയുണ്ടായി. വലിയ രീതിയിലുള്ള ഒരു ക്രമസമാധാന തകർച്ചയിലേക്ക് കൂടി കേരളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകൾ ഇപ്പോൾ പഴയതുപോലെയല്ല, അങ്ങേയറ്റം പ്രകോപിതരാകുന്നുണ്ട്. ഇത്തരത്തിൽ തുടർ ആക്രമണങ്ങളിൽ അവർ വല്ലാത്ത ആശങ്കയുണ്ടാകുന്നുണ്ട്. ആ ആശങ്ക പ്രതിഷേധമായി ഉയരുന്നുണ്ട്. ഒരുപക്ഷെ അവരിനി അത് ഏതു രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളതും പറയാൻ കഴിയാത്ത സാഹചര്യം. ഇന്ന് വനംവകുപ്പ് മന്ത്രി അവിടേക്ക് എത്തിയപ്പോൾ പോലീസ് പെടാപ്പാടുപെടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒരു വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നില്ല എങ്കിൽ വലിയൊരു ക്രമസമാധാന തകർച്ചയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്തായാലും കേരളം ഇപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലൊരു സമവായത്തിലെത്തിയേ മതിയാകുകയുള്ളൂ. രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊന്നും ഇവിടെ ന്യായീകരണമില്ല. എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷനിലേക്ക് എത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി തുടർ നടപടികൾ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്നാണ് താങ്കൾ കരുതുന്നത്? പ്രധാനമായിട്ടും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, അതായത് നമ്മുടെ വനം എന്ന് പറയുന്നതിന് മനുഷ്യന് അതിർത്തി ഉണ്ടെങ്കിലും മൃഗങ്ങൾക്ക് അതിർത്തിയില്ല. ഇപ്പൊ കേരളത്തിലെ മൃഗങ്ങൾ കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും വനങ്ങളിലേക്ക് പോകുന്നുണ്ട്, ഇങ്ങോട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു യോഗം വിളിക്കുകയുണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സംയുക്തമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു യോഗം വിളിച്ചു. കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും അത് ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. ആ യോഗത്തിന് പോലും പോയില്ല. ഞാൻ പേരെടുത്ത് പറയാം, UDF ഐക്യജനാധിപത്യ മുന്നണി പ്രതിനിധികളെ അയച്ചില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ലാഘവത്വത്തോടു കൂടിയാണ് ഈ കാര്യം കാണുന്നത്. അതുകൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഏകോപന സമിതിയെ വിളിച്ചു കൂട്ടുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അതിന് മുൻകൈ എടുത്തു കഴിഞ്ഞു. അങ്ങനെ ഒന്നിച്ചിരുന്നു കൊണ്ട് ഈ പറയുന്ന സംസ്ഥാനങ്ങളെല്ലാം കൂടി ഇതിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. അങ്ങനെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും മൃഗങ്ങൾക്ക് അവരുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവണം. അതായത് വനത്തിനകത്ത് വെള്ളം, അവിടെ കുളം കുഴിച്ചിട്ടും ടാങ്കുകൾ നിർമ്മിച്ചിട്ടും വെള്ളം എത്തിച്ചു കൊടുത്താൽ കുടിവെള്ളം കിട്ടാത്ത പ്രശ്നത്തിന് മൃഗങ്ങൾ പുറത്തേക്ക് വരില്ല. അതുപോലെ ആനയുടെ ഭക്ഷണം, അതുപോലെ പന്നിയുടെ ഭക്ഷണം, കടുവയുടെ ഭക്ഷണം, ഇതുപോലെ ഓരോന്നിന്റെയും ഭക്ഷണങ്ങൾ ഈ വനത്തിനകത്ത് തന്നെ ലഭ്യമായിരുന്ന കാലത്ത് ഇവരാരും പുറത്തിറങ്ങി വന്നിട്ടില്ല. കാരണം മനസ്സോടുകൂടിയല്ല അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ഓർക്കണം, നമ്മൾ വന്യമൃഗങ്ങളെ ഭയപ്പെടുന്ന പോലെ തന്നെ വന്യമൃഗങ്ങൾ മനുഷ്യനെ ഭയപ്പെടുന്നുണ്ട്. പക്ഷെ വിശന്നിട്ട് നിൽക്കാൻ വയ്യെങ്കിൽ, ദാഹിച്ചിട്ട് നിൽക്കാൻ വയ്യെങ്കിൽ, ചുട്ടുപൊള്ളുന്ന ഒരവസ്ഥയിൽ അവിടെ കഴിയാൻ വയ്യെങ്കിൽ പുറത്തിറങ്ങാതെ പറ്റില്ല. ഇപ്പോൾ ശ്രീ സോമനാഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മയിലുകൾ പുറത്തേക്ക് വരുന്നു. മയിലുകൾ പുറത്തു വരുന്നത് എന്തുകൊണ്ടെന്നാൽ ആ വനത്തിനകത്ത് ചൂട് സഹിക്കാൻ വയ്യാനിട്ടാണ്. ചൂട് കൂടുമ്പോൾ മയിൽ അവിടെ നിൽക്കില്ല, ആ സ്ഥലം വിട്ടു പോകും. ഇതുപോലെ ഓരോ വന്യമൃഗങ്ങളും അതിന്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ ആവാസ വ്യവസ്ഥ ആരോ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ആരാ നശിപ്പിക്കുന്നത്? മനുഷ്യനാണ്. കേരളത്തിലെ വനങ്ങളുടെ ഉള്ളിൽ കഞ്ചാവ് കൃഷി ഉണ്ടെന്ന് ആർക്കാ അറിയാൻ വയ്യാത്തത്? കഞ്ചാവ് കൃഷിക്കാരുണ്ട്. കേരളത്തിന്റെ വനത്തിന്റെ ഉള്ളിൽ മാവോയിസ്റ്റുകളും അവരുടെ പരിശീലന കേന്ദ്രങ്ങളും ഉണ്ട്. അത് ആർക്കും അറിയാൻ വയ്യാത്ത കാര്യമല്ല. കേരളത്തിന്റെ വനത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും രഹസ്യമായിട്ട് ഹണ്ടിങ് നടക്കുന്നുണ്ട്, വേട്ടയാടലുകൾക്ക് പോകുന്നുണ്ട്. പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും റിസോർട്ടുകളും ഒക്കെ അതിനൊക്കെയുള്ള ഒത്താശകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെയൊക്കെ നിയമം കണ്ണടച്ചു കൊടുക്കുമ്പോൾ, നടക്കുന്ന കാര്യങ്ങൾ നടന്നോട്ടെ എന്ന് വെക്കുമ്പോൾ വനം വന്യജീവികൾക്ക് അന്യമാവുന്നു. മനുഷ്യൻ വനം കയ്യേറുന്നു. അങ്ങനെ കയ്യേറ്റം ഉണ്ടാകുമ്പോഴാണ് മൃഗങ്ങൾ പുറത്തേക്ക് വരേണ്ടി വരുന്നത്. അതുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങളെ ശക്തമായി നിയമം മൂലം നേരിടാൻ സംസ്ഥാനത്ത് പോലീസ് സംവിധാനങ്ങൾ തയ്യാറാകണം, ഫോറസ്റ്റ് സംവിധാനങ്ങൾ തയ്യാറാകണം, തദ്ദേശ ഭരണകൂടങ്ങൾ, ആ പ്രദേശത്തുള്ള പഞ്ചായത്തുകളും അങ്ങനെയുള്ള ഭരണകൂടങ്ങൾ തയ്യാറാവണം. അതുപോലെ കമ്മിറ്റികൾ, ജനകീയ കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികൾ നേരത്തെ സോമനാഥൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ മുട്ടുമടക്കാതെ എന്റെ നേതാവിന് കുഴപ്പം വരുമോ എന്ന് ചിന്തിക്കാതെ എന്റെ കൃഷിക്കും ജീവനും കുഴപ്പം വരുമോ, എന്റെ പാർട്ടിയെക്കുറിച്ചല്ല എന്റെ കൃഷിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും എന്റെ ജീവനെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം. അങ്ങനെയുള്ള ഒരു സാമൂഹിക അവബോധം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയക്കാരുടെ കള്ളക്കളികൾക്ക് അറുതി വരും. അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് ശമ്പളം മേടിക്കുന്നില്ലേ? ഈ പറയുന്ന വനപാലകരായിട്ടുള്ള ആൾക്കാർ മേടിക്കുന്ന ശമ്പളത്തിനനുസരിച്ച് അവർ വർക്ക് ചെയ്യണം. അവർ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അത് ചെയ്യിപ്പിക്കാൻ വനം വകുപ്പ് മന്ത്രിക്ക് കഴിയണം, മന്ത്രിസഭയ്ക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും സാധിക്കണം. പിന്നെ പോലീസ് ഇവിടെ ഇടപെട്ടു എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. എനിക്കറിയാം എന്താ ഇടപെടാൻ കാരണം. DFO പത്രസമ്മേളനം നടത്തുമ്പോൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഭരണകൂടത്തിന് അത് കൊള്ളും. അതുകൊണ്ട്
പോലീസിനെ വിട്ട് അത് തടയുക ചെയ്തത്. അപ്പോൾ സത്യങ്ങൾ പുറത്തു വരണം. അത് DFO പറഞ്ഞിട്ടാണെങ്കിലും പുറത്തു വരണം. ജനകീയ ചർച്ചയ്ക്ക് വിധേയമാകണം. മാധ്യമങ്ങൾ ഈ വിഷയം ഉയർത്തിപ്പിടിക്കണം. ഇന്നിപ്പോൾ 1.5 മണിക്കൂർ സമയം ജനം TV ഇത് ചർച്ച ചെയ്യുന്നത് പോലെ മറ്റെല്ലാ ചാനലുകളും മറ്റ് പത്രങ്ങളും ഇതൊരു സജീവ ചർച്ചാ വിഷയമാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ജനങ്ങൾ അവരുടെ ഒപ്പം മാധ്യമങ്ങളും ഉണ്ട് എന്ന് കണ്ടാൽ ഭരണകൂടത്തിന് പിന്നെ നിശബ്ദത പാലിക്കാൻ പറ്റില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് നിഷ്ക്രിയത പാലിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കുന്ന ശമ്പളത്തിനോട് കൂറ് കാണിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ഭരണകൂടം കിട്ടിയ വോട്ടിന് അധികാരം പ്രയോഗിക്കുകയല്ല, ജനങ്ങളെ സേവിക്കുകയാണ് വേണ്ടത് എന്നുള്ള നിലപാടെടുക്കുക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ യോജിച്ചുള്ള യോഗം കേന്ദ്രം വിളിച്ചു കൂട്ടുമ്പോൾ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഭരണപക്ഷ കക്ഷികളും അതിൽ പങ്കെടുക്കുക. ജനകീയമായിട്ടുള്ള കമ്മിറ്റികൾ ഇത്തരം കാര്യങ്ങളിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താൻ ധൈര്യം കാണിക്കണം. ജനകീയ കമ്മിറ്റികളോട് എനിക്കുള്ള അഭ്യർത്ഥന ഇതാണ്: പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതല്ലെങ്കിൽ കൃഷി ഡിപ്പാർട്ട്മെന്റ്, വനം ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെയുള്ള നിരവധി ഡിപ്പാർട്ട്മെന്റുകളുടെ സോഷ്യൽ ഓഡിറ്റിംഗ് ഈ പറയുന്ന ജനകീയ സമിതികൾ നടപ്പാക്കുകയും അത് പരസ്യമാക്കുകയും അതിന്റെ മേൽ ചർച്ച നടത്താൻ മാധ്യമങ്ങൾ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ആരാണ് പ്രതിക്കൂട്ടിലാവുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാകും. അപ്പോൾ സാങ്കേതികമത്വം പറയാതെ സത്യസന്ധമായ വസ്തുതകളുടെയും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ ഭരണകൂടം എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച സുതാര്യമായിട്ടുള്ള ഒരു സംശുദ്ധമായിട്ടുള്ള ഒരു ധവളപത്രം ജനങ്ങളുടെ മുമ്പാകെ വെക്കാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാവുകയാണെങ്കിൽ ജനങ്ങൾ രക്ഷപ്പെടും. അതേപോലെ കിട്ടുന്ന പണം ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾ ഭരണകൂടത്തെ നിർബന്ധിക്കണം. പണമില്ലാത്ത പ്രശ്നം എവിടെയില്ല, നിയമമില്ലാത്ത പ്രശ്നമില്ല. പണവും നിയമവും മനുഷ്യന് വേണ്ടിയും മൃഗങ്ങൾക്ക് വേണ്ടിയും ഒരുപോലെ പ്രയോജനപ്പെടുത്താനുള്ള ഇച്ഛാശക്തിയാണ് ഭരണകൂടത്തിന് വേണ്ടത്. ഇല്ലെങ്കിൽ ആ ഭരണകൂടത്തെ തിരുത്താനുള്ള ഇച്ഛാശക്തിയാണ് പ്രതിപക്ഷത്തിന് വേണ്ടത്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് കളിക്കുകയാണെങ്കിൽ, അങ്ങനെയെങ്കിൽ ഇവരെ രണ്ടുപേരെയും നേരിടാൻ ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ മാധ്യമങ്ങളും മുന്നോട്ട് വരികയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.